സ്വാധീന മേഖലകളിലേക്ക് എത്തുമ്പോൾ എന്നത് കാത്തിരുന്ന് കാണണം. ഇനിയൊരു 8:30 ആകുമ്പോഴേക്ക് ഈ 46 ബൂത്ത് വഴിക്കടന്ന് സജിത്തെ ഈ 46 ബൂത്തിന്റെ ചിത്രം വരാൻ 8:30 മതിയാവില്ല. അതായത് ഇനിയും കുറച്ചും കൂടെ സമയം എടുക്കും. നമ്മൾ ആ EVM-ന്റെ ഫസ്റ്റ് റൗണ്ടിലേക്ക് കൃത്യം ഫസ്റ്റ് പഞ്ചായത്ത് അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും 837 വോട്ടുകളിലേക്ക് ആര്യൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞു. 837 എന്നുള്ളത് വളരെ ക്ലിയറായ ഒരു മെജോറിറ്റിയാണ്. UDF-ന് ആശ്വാസകരമായ ഒന്നാണ്. 837 എന്നുള്ള വലിയ കണക്കാണ്. തുടക്കത്തിൽ സംഭവിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ പോസ്റ്റൽ സർവീസ് വോട്ടുകളിൽ LDF-ന് മേധാവിത്വം നേടാൻ സാധിക്കുന്നില്ല. അവിടെയും ആര്യാടൻ ഷൗക്കത്തിന് മേധാവിത്വം വരുന്നു. 837 എന്ന ഫിഗർ വളരെ പ്രധാനപ്പെട്ടതായി UDF-ന് മാറുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും UDF കേന്ദ്രങ്ങളിൽ ആശ്വാസമാണ്. UDF ഓഫീസിൽ ആശ്വാസമാണ്. ഒരു വലിയ വിജയത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പോകുന്നു എന്നുള്ളത് വോട്ടിംഗ് ശതമാനം തുണച്ചു എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ്. പക്ഷേ വഴിക്കടവ് എല്ലാ കാലത്തും അൻവർ ഉയർന്നു നിന്ന സമയത്ത് പോലും വഴിക്കടവ് UDF-നൊപ്പം നിന്നതാണ്. UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഒരു തർക്കവുമില്ല. തണ്ണിക്കടവ് ബൂത്തിലെ വോട്ട് എണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും ഷൗക്കത്ത് വരുന്നത് അത് ഇടതു മുന്നണിയെ ആശങ്കപ്പെടുത്തുന്നുണ്ടാവില്ല. പക്ഷേ അൻവറിന് അത് ഒരു സൂചനയാണ്. 837 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ ആര്യക്കത്ത് നേടിയിരിക്കുന്നു. 837 വോട്ടുകൾ. വോട്ടിംഗ് നില ആരംഭിച്ച് നമ്മുടെ കൗണ്ടിംഗ് ആരംഭിച്ച് 28 മിനിറ്റുകൾ പിന്നിടുമ്പോഴുള്ള കണക്കാണ്. 837 എന്നത് UDF കേന്ദ്രങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കണക്ക് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. 837 വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. പോസ്റ്റൽ സർവീസ് വോട്ടുകൾ എണ്ണി തീർന്നു കഴിഞ്ഞു. EVM മെഷീനിലെ വോട്ടുകൾ മറ്റൊരു ടേബിളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 14 ബൂത്തുകളുമായി ബന്ധപ്പെട്ട എണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ റൗണ്ടിലെ 14 ബൂത്തുകൾ വഴിക്കടവ് പഞ്ചായത്ത്, തണ്ണീർക്കടവ് വാർഡ്, ഇതൊക്കെ UDF-ന് സ്വാധീനമുള്ള മേഖലകളാണ്. അതിൽ 837 എന്ന വലിയൊരു ഭൂരിപക്ഷം UDF നേടുമ്പോൾ അത് വളരെ കൃത്യമായി ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിലേക്കുള്ള ലീഡ് നില കുറയുന്നു. 221 വോട്ടുകളായി ലീഡ് നില കുറഞ്ഞു. ഇത് ഒരു പ്രത്യേക മേഖലയുടെ വോട്ടിംഗ് ആണ്. ഇത് കൃത്യമായി തന്നെ ഒരു ഒഫീഷ്യൽ ഫലം നമുക്ക് വരേണ്ടതുണ്ട്. ആദ്യ റൗണ്ടിന്റെ ഫലം വരാം. എന്തായാലും ഷൗക്കത്തിന്റെ ലീഡ് നിലയിൽ കുറവുണ്ടാകുന്നു എന്നതാണ് നിലവിലുള്ള ചിത്രം. ഇതിൽ മാറ്റമുണ്ട്. എന്തായാലും നിലവിൽ UDF-ന് തന്നെ ലീഡാണ്. പക്ഷേ ലീഡ് നിലയിൽ UDF-ന് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം UDF-ന് വോട്ട് പിടിക്കാനുണ്ടെങ്കിൽ ഭൂരിപക്ഷം കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടേണ്ട 2 പഞ്ചായത്ത്, അതൊന്ന് വഴിക്കടവും രണ്ടാമത്തെ മൂത്തടമാണ്. വഴിക്കടവിൽ ഭൂരിപക്ഷം ഉയർത്തിയേ മതിയാകൂ. UDF-ന് അവകാശവാദം മുന്നോട്ട് പോകണമെങ്കിൽ കണക്കിലേക്ക് എത്തിയോ എന്ന് നമ്മൾ വളരെ കൃത്യമായി തന്നെ അതിലേക്ക് എത്തേണ്ടതുണ്ട്. അപർണ, എന്തായാലും 221 800-ന് മുകളിൽ കടന്നിട്ട് വീണ്ടും 221-ലേക്ക് താഴുക എന്ന് പറഞ്ഞാൽ അല്പം ആശങ്ക UDF കേന്ദ്രത്തിൽ എനിക്ക് തോന്നുന്നു. തണ്ണിക്കടവ് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്, ബൂത്ത് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് EVM അതിനെ തെണ്ടി തുടങ്ങിയിട്ടുണ്ട്. വഴിക്കടവിൽ പരമാവധി ഭൂരിപക്ഷം കിട്ടിയേ മതിയാകും. മൂത്തേടം പോലും കോൺഗ്രസിന്റെ വോട്ട് കുറയുന്ന സംശയമുള്ള ഒരു മണ്ഡലമാണ് ഇത്. മതിയാകില്ല. ഇടതുപക്ഷം പറഞ്ഞ പോലെ